കാണുമ്പോ സത്യം പിടിക്കുമ്പോ ഹൃദയം പൊട്ടിപ്പോയിന്. അത് ഒരു കുടുംബത്തിനും ഒരു ഫാമിലിക്കും ഇതുപോലുള്ളൊരു എക്സ്ട്രീം പരീക്ഷണമായി പോയി. അള്ളാഹുവിന്റെ അടുത്ത് വന്ന ഒരു വല്ലാത്ത ആർക്കും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ വെച്ച് ഒരേ വാഹനത്തിൽ സഞ്ചരിച്ച 4 കുട്ടികൾ മരിച്ച സംഭവത്തെ കുറിച്ച് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ അടക്കം അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. വളരെ സങ്കടത്തോടെ അല്ലാതെ നമുക്ക് ഈ വാർത്തയെ വരവേൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളോളമായി UAE സെറ്റിൽഡ് ആയിട്ടുള്ള അബ്ദുൽ ലത്തീഫിന്റെയും റുക്സാനയുടെയും 4 മക്കളാണ് ഇങ്ങനെ മരണപ്പെട്ടത്. ഇനി ഈ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കുടുംബത്തിൽ 5 മക്കളുണ്ട്. ഒന്ന് 14 വയസ്സുകാരനായിട്ടുള്ള ആശാസ്, 2 12 വയസ്സുകാരനായിട്ടുള്ള അമ്മാർ, 3 8 വയസ്സുകാരനായിട്ടുള്ള ആസാം, പിന്നെ 5 വയസ്സുകാരൻ അജാസ്. പിന്നെ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഒറ്റ പെങ്ങളായി 10 വയസ്സുകാരായിട്ടുള്ള ഈസയും. ഈ 5 മക്കൾ അടങ്ങുന്ന ഫാമിലി വളരെ സന്തോഷത്തോടു കൂടി UAE കഴിഞ്ഞു വരികയായിരുന്നു. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് UAE ലിവ ഫെസ്റ്റിവൽ വരുന്നത്. ഈ ലിവ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാണെങ്കിൽ മരുഭൂമിയിലെ ഒരു കാറോട്ട മത്സരമാണ്. അവിടുത്തെ വലിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണത്. എല്ലാ വർഷവും ഈ ലിവ ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. അത് കാണാൻ വേണ്ടി UAE പല ഭാഗത്തു നിന്നും ആൾക്കാർ വരാറുണ്ട്. കാറോട്ടം കൂടാതെ ഒരുപാട് ഗെയിംസും ഒരുപാട് എക്സിബിഷനും ഒക്കെ അന്ന് അവിടെ നടക്കും. കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ലിവ ഫെസ്റ്റിവൽ കാണാൻ പോകാൻ വേണ്ടി അബ്ദുൽ ലത്തീഫും കുടുംബവും തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ലിവ ഫെസ്റ്റിവലിന് പോയി നല്ല രീതിയിൽ ഫെസ്റ്റിവൽ എൻജോയ് ചെയ്തു തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. രാത്രി വളരെ വൈകിയാണ് ഇവർ മടങ്ങുന്നത്. ആ സമയത്ത് കാർ ഓടിച്ചിരുന്നത് അബ്ദുൽ ലത്തീഫ് ആയിരുന്നു. അബ്ദുൽ ലത്തീഫിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി പുള്ളിക്കാരൻ ഭയങ്കര ടയേർഡ് ആയിരുന്നു. അങ്ങനെ കുറെ ദൂരം വണ്ടി ഓടിച്ചു. ഒബ്വിയസ്ലി പുള്ളിക്കാരൻ ഉറക്കം വന്നു. അന്നേരം ഭാര്യയായിട്ടുള്ള റുക്സാനക്ക് വണ്ടി ഹാൻഡ് ഓവർ ചെയ്ത് പുള്ളിക്കാരൻ സൈഡ് സീറ്റിലേക്ക് മാറി. കുറച്ചു നേരം സൈഡ് സീറ്റിൽ ഇരുന്ന് ഉറങ്ങാം എന്നുള്ള ചിന്തയായിരുന്നു അബ്ദുൽ ലത്തീഫിന്. അങ്ങനെ അബ്ദുൽ ലത്തീഫ് സൈഡ് സീറ്റിൽ ഇരുന്ന് ഉറക്കം ആരംഭിച്ചു. റുക്സാന വണ്ടി ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ വണ്ടി ഓടിക്കുന്നതിനിടയിൽ പതിയെ റുക്സാനയും ഉറക്കം പിടികൂടാൻ തുടങ്ങി. യാത്രക്കിടയിൽ റുക്സാന വണ്ടി ഓടിക്കവേ അറിയാതെ ഉറങ്ങിപ്പോയി. വണ്ടി നിയന്ത്രണം തെറ്റി നേരെ ഡിവൈഡറിൽ ഇടിച്ചു ഉടനെ തന്നെ കാറ് മറിയുകയും ചെയ്തു. നമുക്കറിയാം അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മിനിമം സ്പീഡ് എന്ന് പറയുന്നത് 100-150 ആയിരിക്കും. അത്രയും സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഒരു ഡിവൈഡറിൽ ഇടിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. കാറ് തവിട് പൊടിയാകും. അതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഫ്രണ്ട് സീറ്റിൽ ഉണ്ടായിരുന്ന റുക്സാനയും അബ്ദുൽ ലത്തീഫും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പക്ഷെ തൊട്ട പിറകിലെ സീറ്റിൽ ഇവരുടെ 4 മക്കൾ ഉറങ്ങുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ബുഷറ എന്ന് പറഞ്ഞ ഇവരുടെ വീട്ടു ജോലിക്കാരിയും ഉണ്ടായിരുന്നു. അവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. പൊതുവെ സെൻട്രൽ സീറ്റിൽ ഇരിക്കുന്ന ആളുകൾ സീറ്റ് ബെൽറ്റ് ഇടാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ 4 പേരുടെയും ജീവൻ ഓൺ ദ സ്പോട്ടിൽ നഷ്ടമായി എന്നുള്ളതാണ്. പിന്നെ അതിന് പിറകിലായിട്ടുള്ള സീറ്റിൽ ഇസമോൾ ഒറ്റയ്ക്ക് ഉറങ്ങുകയായിരുന്നു. ഇസ ഏറ്റവും പിറകിലെ സീറ്റിലായതുകൊണ്ട് തന്നെ വണ്ടി ഇടിച്ചത് ഫ്രണ്ടിലാണല്ലോ. അപ്പൊ പിറകിലേക്ക് എത്തുമ്പോഴേക്കും ഇടിയുടെ ആഘാതം കുറഞ്ഞു. അതുകൊണ്ട് ഇസക്ക് പ്രത്യേകിച്ച് പരിക്കുകളൊന്നും ഉണ്ടായില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇട്ടത് കാരണം റുക്സാനയും അബ്ദുൽ ലത്തീഫും രക്ഷപ്പെട്ടു. ഏറ്റവും പിറകിലായതുകൊണ്ട് ഇസമോള് രക്ഷപ്പെട്ടു. പക്ഷെ നടുവിലുള്ള ബാക്കി 5 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഉടനെ തന്നെ അധികൃതർ എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും 4 കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായില്ല. 3 കുട്ടികൾ തുടക്കത്തിലേ മരിച്ചു. പക്ഷെ ഒരാൾ കുറച്ചു കഴിഞ്ഞാണ് മരണപ്പെടുന്നത്. എന്തായാലും അബ്ദുൽ ലത്തീഫിനും റുക്സാനക്കും അത്യാവശ്യം പരിക്കുകൾ ഉണ്ട് കേട്ടോ. അബ്ദുൽ ലത്തീഫിന്റെ ഷോൾഡർ ഒക്കെ പോയി കിടക്കാണ്. എന്തായാലും 4 ആൺമക്കളുടെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ മക്കളെ കബറടക്കിയത്. ഈ മക്കളെ കബറടക്കുന്ന സമയത്ത് അവരെ കാണാൻ വേണ്ടി ഉപ്പായിട്ടുള്ള അബ്ദുൽ ലത്തീഫ് വന്നിട്ടുണ്ടായിരുന്നു. അത് കാണുന്നുണ്ടല്ലോ, സഹിക്കാൻ പറ്റില്ല മക്കളെ. നമുക്ക് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഒന്ന് കണ്ടുനോക്കാം. അബുദാബി ഗന്തൂത്തിലുണ്ടായ വാഹനാപകടത്തിൽ പൊലിഞ്ഞ 4 സഹോദരങ്ങൾക്ക് പ്രവാസലോകം കണ്ണീരണിഞ്ഞ യാത്രാമൊഴിയേകി. അഷാസ്, അമ്മാർ, അസാം, അയാഷ് എന്നിവരുടെ ഭൌതിക ശരീരങ്ങൾ ദുബായ് മുഹൈസീനയിലെ അൽ ഷുഹാദ പള്ളിയിൽ നടന്ന അസർ നമസ്കാരത്തിനു ശേഷം സോനാപൂർ ഖബർസ്ഥാനിൽ അടുത്തടുത്തായി കബറടക്കി. ചികിത്സയിൽ കഴിയുന്ന മാതാപിതാക്കളെയും സഹോദരിയെയും ആശുപത്രിയിലെത്തിച്ച് മക്കളുടെ മൃതദേഹങ്ങൾ അവസാനമായി കാണിച്ചിരുന്നു. പരിക്കുകൾ അവഗണിച്ച് വീൽചെയറിൽ മക്കളുടെ കബറടക്ക ചടങ്ങിൽ പങ്കെടുക്കാൻ പിതാവ് അബ്ദുൽ ലത്തീഫ് ദുബായിലെത്തി. ലിവ ഫെസ്റ്റിവൽ കണ്ട് മടങ്ങുന്നതിനിടെ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ വീട്ടുജോലിക്കാരിയടക്കം 5 പേരുടെ ജീവനാണ് കുടുംബത്തിന് നഷ്ടമായത്. പ്രിയപ്പെട്ട സഹപാഠികളുടെ വിയോഗ വാർത്തയറിഞ്ഞ ദുബായ് അറബ് യൂണിറ്റി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അന്ത്യയാത്രയ്ക്ക് സാക്ഷികളായി. വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ. ആ ഉപ്പാനെ ഇരുത്തം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും എങ്ങനെയൊക്കെയോ ആ പാവം പിടിച്ചു നിൽക്കാണ്. ഒറ്റയടിക്കാണ് തന്നെ 4 മക്കളെ നഷ്ടമായിട്ടുള്ളത് അല്ലെ. അല്ലെങ്കിലും ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിച്ചിരിക്കെ തന്നെ അവരുടെ മക്കളുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിനും വലിയ വേദനാജനകമായിട്ടുള്ളതായി മറ്റൊന്നും ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിലും ഏതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ എന്ന് പറയുന്നത് വലിയൊരു സമ്പത്താണ്. ഈ പിഞ്ചു മക്കളുള്ള വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു രസമാണ് അല്ലെ. അങ്ങനെയുള്ള 4 മക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതിനൊക്കെ വേദന എന്ന് പറഞ്ഞ് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഞാൻ ഉമ്മാന്റെ അവസ്ഥയെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ആ ഉമ്മ ഡ്രൈവ് ചെയ്തത് കാരണമായിട്ടാണല്ലോ ഈ 4 മക്കളും മരിച്ചു പോയത്. ഇനി ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നത് വരെ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇല്ല.
മാത്രമല്ല ഇതൊരു ട്രോമ ആയിട്ട് ആ അമ്മ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അത് വല്ലാത്തൊരു പരീക്ഷണമാണ്. എന്തായാലും ഇതെല്ലാം റിക്കവറായി സാധാരണ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം അബ്ദുൽ ലത്തീഫിനും റുക്സാനക്കും ഉണ്ടാകട്ടെ. ഒബ്വിയസ്ലി എല്ലാവരും മനുഷ്യന്മാരാണല്ലോ, എല്ലാം മറക്കാനും പൊറുക്കാനുമുള്ള കഴിവാണല്ലോ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ഈ കുഞ്ഞുങ്ങളെ കബറെടുക്കാനും മറ്റും മുമ്പന്തിയിൽ നിന്നോ ഒരാൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അയാൾക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. കാണുമ്പോ സത്യം പിടിക്കുമ്പോ ഹൃദയം പൊട്ടിപ്പോയി. അത് ഒരു കുടുംബത്തിനും ഒരു ഫാമിലിക്കും ഇതുപോലുള്ളൊരു എക്സ്ട്രീം പരീക്ഷണമായി പോയി. അള്ളാഹുവിന്റെ അടുത്ത് വന്ന ഒരു വല്ലാത്ത ആർക്കും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. കാരണം അതിനിവിടെ എനിക്ക് അവിടെ അത്താവിൽ നിന്ന് ഞാൻ ഷാക്കിങ് കൂടിയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം വെച്ചിട്ടുണ്ട്. മെയ്ഡിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്ഡ് അവരെ വീട്ടിലുള്ളല്ലോ, അവരെ ബ്രദറിന്റെ വീട്ടിലാണ്. ബ്രദറും ഫാമിലിയും പുറത്തു പോകുന്നത് കൊണ്ടാണ് ഈ മെയ്ഡിന് എന്ത് ചെയ്തത്, പിന്നെ അവരെ വീട്ടിലോട്ട് നിർത്തിയത്. അവരെയും ആയുസ് സർവശക്തനായ റബ്ബ് എന്ത് ചെയ്തു, അത്രേ കണക്കാക്കിയിട്ടുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിസ ഇവരുടേത് റാസൽ ഖൈമയായിരുന്നു, മക്കളുടെ ഒക്കെ വിസ. അപ്പൊ റാസൽ ഖൈമ വിസ ആകുമ്പോൾ ഇവിടുത്തെ ലോ എന്ന് പറഞ്ഞാൽ ദുബൈയാണ്, ദുബൈയിലൊക്കെ റാസൽ ഖൈമ പക്ഷേ ഇവർക്ക് ഇവിടെ താമസിക്കുന്നത് വർക്കലായതുകൊണ്ട് ദുബൈയിലായതുകൊണ്ട് ആ ഒരു പരിഗണന എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഇവരെന്താക്കി തന്നു, ചെയ്തു തന്നു. ഇവരുടെ കാര്യങ്ങൾ ചെയ്തു തന്നത് കൊണ്ടാണ് ദുബായിൽ വലിയൊരു വളരെ വിങ്ങലോട് കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അല്ലേ. കരച്ചിലൊക്കെ പിടിച്ചു നിർത്തിയാണ് സംസാരിക്കുന്നത്. ഇവിടെ വെറും കേട്ടുകേൾവിയും ന്യൂസിലൂടെയും മാത്രം അറിഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടവും വിങ്ങലുമാണ്. അപ്പൊ ഈ കുട്ടികളെല്ലാം കബറെടുക്കുന്നതിൽ പങ്കെടുത്ത ഇദ്ദേഹത്തിന്റെ അവസ്ഥയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അറിയൂല, ഭയങ്കര വിങ്ങലാണ് ഇത് കേട്ട സമയത്ത്. ഇപ്പൊ എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് അറിയാം, ഞാൻ ഇത്തരത്തിലുള്ള ന്യൂസുകളൊന്നും ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഡിസ്കസ് ചെയ്യാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ന്യൂസുകളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മനസ്സ് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആകും. ബാക്കിയുള്ള ടോപ്പിക് ചർച്ച ചെയ്യുന്ന പോലെയല്ല ഒരാളുടെ മരണം ചർച്ച ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മരണം കൂടി ആകുന്ന സമയത്ത് ഭയങ്കര സങ്കടമാണ് നമുക്ക് ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത്. വല്ലാത്തൊരു ഭാരമാണ് മനസ്സിന്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള അതർ ടോപ്പിക്സ് ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഫുള്ളി ഇൻവോൾവഡ് ആയിട്ട് ചർച്ച ചെയ്യാൻ പറ്റും. ഫണ്ണി ആയിട്ടും രസകരമായിട്ടും ഒക്കെ അത്തരം ടോപ്പിക്സുകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റും. ചില ടോപ്പിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കും അതിന്റെ ഒരു റിലാക്സേഷൻ ആണ്. പക്ഷെ ഇത്തരം ന്യൂസുകൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അത് വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ആണ്. ഇടയ്ക്കൊക്കെ ഇത്തരം ന്യൂസുകൾ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് കരച്ചിലൊക്കെ വരും. ഒരിക്കലും ഇതേപോലെയുള്ള മരണ വാർത്ത എങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യുന്നതിന്റെ അടുക്ക് എനിക്ക് വല്ലാണ്ടെങ്കിൽ കരച്ചിൽ വന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, ക്യാമറ ഓഫാക്കി കുറച്ചു നേരം കരഞ്ഞു. എന്നിട്ട് മുഖമൊക്കെ കഴുകി വന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഷൂട്ട് തുടർന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ലാത്തൊരു വിങ്ങലാണ് ഇത്തരം ന്യൂസുകൾ ചർച്ച ചെയ്യുന്ന സമയത്ത്. എനിവേ നമുക്ക് ബാക്ക് ടു ടോപ്പിക്കിലേക്ക് വരാം. ഈ പറയുന്ന അബ്ദുൽ ലത്തീഫ് മലപ്പുറം തിരൂര് സ്വദേശിയാണ്. പുള്ളിക്കാരന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ അവിടെയാണുള്ളത്. എന്തായാലും ഈ ആക്സിഡന്റ് ഒക്കെ നടന്ന അടുത്ത ദിവസം ഇവരുടെ നാട്ടുകാരിൽപ്പെട്ട ഒരാൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഇന്നലെ വൈകിട്ട് ഒരു 4 മണിയോടുകൂടിയാണ് ഇവർ അറിയുന്നത്. വളരെ നടക്കുന്നൊരു വേദനയോടുകൂടിയുള്ളൊരു സംഭവമാണ്. ഇത് ആർക്കും വരാതിക്കട്ടെ എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ കുടുംബത്തിന് ചെറിയ കുട്ടികളായതുകൊണ്ട് എല്ലാവർക്കും നാട്ടുകാർക്കും ഈ പ്രദേശമാകെ വളരെ സങ്കടത്തിലാണ്. 3 പിഞ്ചു മക്കളാണല്ലോ നഷ്ടപ്പെടുന്നത്. അത് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വാർഷിക വിഷമമുണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു സങ്കടം. 3 കുട്ടികൾ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. 3 കുട്ടികൾ ഇപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഒരു കുട്ടി വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ ICUലാണെന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിട്ടുന്നത്. മറ്റൊരു കുട്ടിക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ള സ്റ്റേബിളാണെന്നുള്ളതാണ് അറിയുന്നത്. അതേമാതിരി റുക്സാനക്കും ചെറിയ പരിക്കുകളുണ്ട്. ലത്തീഫിനും ഒരു സ്റ്റേബിളാണ്. നമ്മളൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജ്യേഷ്ഠമായിട്ട് സംസാരിച്ചിരുന്നു ഫോണിൽ കൂടെ. ഓൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പ്രായത്തിലാണ്. പക്ഷേ 4ാമത്തെ കുട്ടി ഇപ്പം കുറച്ച് സീരിയസ് ഇത് തന്നെയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം എന്നേ മാത്രമേ അവസ്ഥ പറയാനുള്ളൂ. ഇപ്പം എങ്ങനെയാണ് എപ്പോഴാണ് ഇവർ നാട്ടിലറിയുന്നത്? ഇന്നലെ വൈകിട്ട് ഒരു 4 മണിയോട് കൂടിയാണ് ഞങ്ങൾ അറിയുന്നത്, ഇവിടെ അറിയുന്നത്. ഈ റുക്സാനിൻ്റെ വീട്ടുകാർക്ക് അതിന് മുന്നേ വിവരം കിട്ടിയിട്ടുണ്ട്. അവരറിയിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഈ റുക്സാനിൻ്റെ ആങ്ങളിൻ്റെ പേരിലാണ് ഈ കാറുള്ളത്. അങ്ങനെ അവിടുത്തെ മുറൂറാണ് വിവരം അറിയിക്കുന്നത്. ആ വിവരമാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം ലത്തീഫും കുടുംബം നാട്ടിൽ വന്ന് പോയിട്ട് ലത്തീഫ് വന്ന് പോയിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഓൻ്റെ അഞ്ചൻ ഇളാപ്പാൻ്റെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നു പോയതാണ്. റുക്സാൻ ഒരു 2 വർഷം മുമ്പ് വന്നു പോയതാണ്. കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് വരില്ല. അവിടെ സെറ്റിലായിട്ട് അവർ അവിടെ തന്നെയാണ് സെറ്റിലായത്. ഇപ്പം ഈ ലത്തീഫിൻ്റെ ജോലി സൗദിയിലാണ്. ഓൻ്റെ വൈഫി മക്കളും അവിടെയാണുള്ളത്. ഈ റുക്സാൻ അവിടെ ഒരു സ്കൂളിൽ ജോലി ചെയ്യാന്നുള്ളതാണ് ഇതുള്ളത്. മൃതദേഹം അവിടെ കബറടക്കണം എന്നുള്ളതാണ് ഇപ്പം ഇവരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കുട്ടികളെ ഇക്കാമിയും കാര്യങ്ങളൊക്കെ ഫുജേറയിലാണ്. അത് ഇനി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ദുബായിക്ക് മാറ്റണം എന്നുള്ളതാണ് ഇപ്പം സന്നദ്ധ പ്രവർത്തകരൊക്കെ അറിയിച്ചിട്ടുള്ളത്.
ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് അത് നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളുള്ളത്. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും അത് സാധ്യമാവുന്നതാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ ഒരു ഗതി ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ള തന്നെയാണ്. ഇങ്ങനെ ഒരു അഭിമുഖം നിൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുണ്ട് എല്ലാവർക്കും. നമ്മളിപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും കേൾക്കുന്നത് അവനാൻ അനുഭവിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അറിയുക. ഇതാർക്കും അങ്ങനത്തെ വരാതിരിക്കട്ടെ. എന്താ ചെയ്യാം, നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. ഒരു മറ്റേ കുട്ടിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഈ അവസരം പറയാനുള്ളൂ. അപ്പോൾ അവിടെ ആരൊക്കെയുണ്ട് പോയൊരു നടപടിക്രമങ്ങളൊക്കെ? അവിടെ ഈ റുക്സാനിൻ്റെ 2 ആങ്ങളമാരുണ്ട്, പിന്നെ സന്നദ്ധ പ്രവർത്തകരുണ്ട്, ഈ ലത്തീഫിൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സന്നദ്ധ പ്രവർത്തകരാണ് പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പേപ്പർ വർക്കുകളൊക്കെ അങ്ങോട്ട് ഫുജറേക്കിന് ദുബായിക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള പേപ്പർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് രാത്രി ഞങ്ങൾ അറിയിച്ചത്. ആ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരുന്നു. ഇത് തന്നെയാണ്. ഓക്കെ, 4ാമത്തെ കുട്ടി മരണപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പേ എടുത്തൊരു ഇന്റർവ്യൂ ആണ് കേട്ടോ ഇത്. ഇവരുടെ ഈ സംസാരം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ 4ാമത്തെ കുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മരണപ്പെട്ട 4 സഹോദരങ്ങളുടെ പെങ്ങളായിട്ടുള്ള ഇസമോൾ ഇപ്പോഴും തന്റെ സഹോദരങ്ങൾ മരണപ്പെട്ടത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവൾ ഇപ്പോഴും ഒന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും എന്തെങ്കിലും ഒരിക്കലും ഇവിടെ ഇത് അറിയിക്കണമല്ലോ. അത് അറിയിക്കുമ്പോൾ അവളുടെ സങ്കടത്തെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം തന്നെ ആങ്ങളമാരെ നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ അവളുടെ മനസ്സിന് ആഘാതം എത്രത്തോളം ആയിരിക്കും അല്ലെ. എന്തായാലും അവൾക്കും അവളുടെ ഉപ്പാക്കും ഉമ്മാക്കും ഇതെല്ലാം താങ്ങാനുള്ള ശക്തി ഉണ്ടാകട്ടെ. അത്രപ്പം എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റും. അപ്പൊ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണത്തിലേക്ക് വരാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ന്യൂസ് കേട്ട് കഴിഞ്ഞാണെങ്കിൽ ആർക്കായാലും മനസ്സിലൊരു സങ്കടം തോന്നിപ്പോകും അല്ലെ. പക്ഷെ ജോസഫ് പെന്നി എന്ന് പറയുന്ന ഒരുത്തൻ ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസിന് താഴെ വന്നൊരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കമന്റ് വായിച്ചുതരാം. പന്നി പെറ്റുണ്ടാക്കുന്ന പോലെ കുറെ എണ്ണം ചത്തൊടുങ്ങിയാൽ എന്താ ഇനിയും ഉണ്ടാക്കാമല്ലോ. ഇവനോടൊക്കെ എന്താ പറയാ അല്ലേ. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയൊക്കെ ഇവൻ എങ്ങനെയാണ് പറയാൻ തോന്നുന്നുള്ളതാണ്. അത്രയും വൃത്തികെട്ട ചിന്താഗതിയുമായി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഈ സമയത്ത് ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പന്നി പെറ്റുണ്ടാക്കിയ പോലെ ഉണ്ടാക്കുന്ന കുറെ എണ്ണം എന്നൊക്കെ ഇവനെ കണ്ടല്ലോ, ഞാൻ പറഞ്ഞാൽ കൂടി പോകും. എന്തൊക്കെ തെമ്മാടിത്തരങ്ങളാണ് എഴുതി പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. നാവിന് ലൈസൻസ് ഇല്ലാന്ന് കരുതി ഇങ്ങനെയും ഉണ്ട് തോന്നിവാസം എഴുതി പിടിപ്പിക്കൽ. എന്തായാലും ഇവന്റെ ഈ കമന്റ് പലരും പൊക്കി പിടിച്ചുകൊണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി കേട്ടോ. അതോടെ ഇവൻ ആരാണ് എന്താണെന്നുള്ള അന്വേഷണത്തിലായി സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് ഇവൻ ഗൾഫിലാണ് എന്നൊക്കെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റാഫി വ്ലോഗ് എന്ന് പറയുന്ന ഒരു ഗൾഫുകാരന്റെ ഒരു വീഡിയോ വരുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അപ്പോഴേ സുഹൃത്തുക്കളെ, കുറെ ആൾക്കാർ എന്നോട് വന്ന് ചോദിച്ചാണ് റാഫിക്ക് എന്താ ഇവന്റെ അപ്ഡേറ്റ്. അപ്പൊ സൗദിയിൽ റിയാദിൽ ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ടുള്ള വിവരം തന്നെയാണ്. ഇവനെ ഇന്നലെ തന്നെ പോലീസ് പിടിച്ചെന്നാണ് അറിയുന്നത്. ഓക്കെ, അറിയുന്നതെന്നല്ല, സത്യസന്ധമായ കാര്യം തന്നെയാണ്. പോലീസ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ജീവിക്കാൻ വരുന്ന നാട്ടിൽ വളരെ മാന്യമായിട്ട് ജീവിച്ചു പോവുക ഇല്ലേ. ഒരു മതവിഭാഗത്തിനെ കളിയാക്കാൻ പാടില്ല, അല്ലെങ്കിൽ മോശപരമായ ഒരു കമന്റ് ഇടാനും പാടില്ല. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് ഇസ്ലാമിനെതിരെയൊക്കെ ഇത്തരം കമന്റുകളൊക്കെ ഇടുമ്പോൾ, അല്ലെങ്കിൽ ഒരു 4 പിഞ്ചു മക്കൾ മരിച്ചപ്പോൾ എന്താ പറയുന്നത്. ഏതെങ്കിലും ഒരു മുസൽമാൻ ഇവനെതിരെ എന്തെങ്കിലും പറഞ്ഞു? സൗദി അറേബ്യയിലല്ലേ നീ ജീവിക്കുന്നത്? നിന്റെ കുടുംബം, നിന്റെ മക്കള്, നിന്റെ അമ്മ, അച്ഛൻ, നിന്റെ കുടുംബക്കാർ എല്ലാവരും തിന്നുന്നത് അറബ് നാട്ടിലെ പൈസ അല്ലേ. ഇനി ആരാ നിന്നെ വന്ന് രക്ഷിക്കുക? ഏതെങ്കിലും ഒരു സാമൂഹിക പ്രവർത്തകൻ വരുമോ? ഒരു മനുഷ്യനും വരൂല. മനസ്സിലായില്ലേ? ഞങ്ങൾ പ്രവാസികളൊക്കെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ കഴിയുന്നവരാണ്. മനസ്സിലായില്ലേ? അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നുണ്ട് കിടന്നുറങ്ങി കഴിയുന്നവരാണ്. അതിൽ ഒരു പ്രവാസിയും നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നീ ചെയ്തത് നിനക്ക് കിട്ടി, അത്രേ പറയാനുള്ളൂ. എന്താ പറയേണ്ടത്? സന്തോഷം പ്രകടിപ്പിക്കുന്നതെന്നല്ല, പക്ഷെ നിന്റെ ആ കമന്റ് കണ്ടിട്ട് ജാതി മത ഭേദമന്യേ എല്ലാവരും പറഞ്ഞതാണ് ഇവനെ എങ്ങനെയെങ്കിലും പിടിക്കണം. അത് തന്നെയാണ് നടന്നത്. പിടിച്ചു. ഓക്കെ, ഇവരെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തെന്നൊക്കെയാണ് ഇവിടെ റാഫി വ്ലോഗ്സ് പറഞ്ഞു വെക്കുന്നത് അല്ലെ. ഇനി ഇതിന് പിന്നാലെ ഇവരെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് സൂഫി സഫർ എന്ന് പറഞ്ഞൊരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ജോസഫ് പന്നിക്ക് കിട്ടിയത് അറിഞ്ഞോ? നമ്മൾ വിചാരിക്കും പോലെയല്ല, കാര്യങ്ങൾ വേറെ ലെവലിലേക്കാണ് പോയത്. പന്നി പെറ്റുണ്ടാക്കുന്നത് പോലെ കുറെ എണ്ണം ചത്തൊടുങ്ങിയാൽ എന്താ ഇനിയും ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞവന്റെ നീച സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? വെറും ഇത്തരമൊരു കമന്റ് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതുകൊണ്ട് ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും ഊരാകുടുക്കിലേക്ക് ജോസഫ് പന്നി എത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞോ? അതിദാരുണം. അബുദാബിയിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ മരണപ്പെട്ട 4 പിഞ്ചോമനകളുടെ ദാരുണ അന്ത്യത്തിന്റെ കഥ നമ്മൾ അറിഞ്ഞപ്പോൾ അത് കേട്ടവർക്കാകെ നൽകിയത് അതിരുകളില്ലാത്ത വിഷമം. ആ ഇടയിൽ മ്ലേച്ഛകരമായി ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ മനസ്സിൽ യാതൊരു കനിവും അവശേഷിക്കാത്ത ഒരാളുടെ കമന്റ് കാണാനിടയായത് കേവലം 1-2 മനുഷ്യന്മാരെയല്ല ചുടുപ്പിച്ചത്.
അവർ മാത്രമല്ല പ്രതിഷേധമർപ്പിച്ചതും. സമൂഹം ഒന്നടങ്കം എന്ന് പറയാം. അതിൽ ജാതിയും മതവുമില്ല. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും കൂടിച്ചേർന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇവന് തക്ക ശിക്ഷ നൽകണമെന്നും, ഇവന് മനഃസാക്ഷിയില്ലെന്നും, ഇവനൊരു പിശാചാണെന്നും, ഇവൻ മൃഗത്തിന് തുല്യമാണെന്നും. അങ്ങനെ റിയാദ് പോലീസ് ഇവനെ കൈയോടെ പൊക്കിയപ്പോൾ സംഭവിച്ചതെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞോ? കേവലം ഇത്തരമൊരു കമന്റ് ഇട്ടത് കൊണ്ട് മാത്രം ഇയാൾക്ക് കഠിന ശിക്ഷ നൽകാൻ കഴിയില്ല. അതുമൂലം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ട സാഹചര്യത്തിലായിരുന്ന ഈ ജോസഫ് പന്നിയെ കുരുക്കിലേക്ക് നയിച്ചത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞോ? എന്നാൽ അറിയണം ഈ കഥ. റിയാദ് പോലീസ് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടത് 9ഓളം ഫേക്ക് ഐഡികൾ. ഈ 9 ഐഡികളും ഇയാൾ ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളെ മോശവൽക്കരിക്കുവാനും വർഗീയത ഉണ്ടാക്കുവാനും വേണ്ടി. എങ്ങനെയെന്നാൽ ഖുർആൻ കത്തിക്കുന്ന ഫോട്ടോസ്, ഖുർആൻ കഷ്ണങ്ങളാക്കി ടോയ്ലറ്റിലിടുന്ന വീഡിയോ, മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ് നിർത്തലാക്കുവാൻ വേണ്ടി പ്രയത്നിക്കുന്ന അഭിപ്രായങ്ങൾ എന്നിങ്ങനെ വർഗീയത മാത്രം തുപ്പാൻ വേണ്ടി ഈ പന്നി ഉണ്ടാക്കിയത് 9 ഫേക്ക് അക്കൗണ്ടുകൾ. സംഭവം അറിഞ്ഞു റിയാദ് പോലീസ് ഇവനെ ഊരാക്കുരുക്കിലേക്ക് നയിച്ചു. ഇനി പന്നിയുടെ നാറിയ കഥ കേൾക്കണ്ടേ? ആ 4 പിഞ്ചോമനകളെ മാത്രമല്ല, സ്വന്തം ഭാര്യയെ പോലും എത്ര മോശവൽക്കരിച്ചാണ് ഇയാളുടെ ഫേസ്ബുക്കിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇയാളുടെ നീച സ്വഭാവം കാരണം ആ സ്ത്രീ ഇയാളെ ഉപേക്ഷിച്ചു. അതിന്റെ കലി ഇയാൾ തീർക്കുന്നതും താൻ തെറ്റുകാരനല്ല എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെക്കുറിച്ച് ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കുറിച്ചത് ഇങ്ങനെയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കാണിക്കാം. വിവാഹത്തിന് ശേഷം സൗദിയിൽ ജോലി ചെയ്യുമ്പോൾ ഓരോ രാത്രിയിലും ജോലി കഴിഞ്ഞ് എത്തുമ്പോൾ കാമുകന്മാരോട് വാട്സപ്പിലും സ്കൈപ്പിലും തുണിയുരിഞ്ഞ് നിറവയറോടുകൂടി കാമത്തെ ക്ഷമിപ്പിക്കുന്നവളെ, മുൻ ഭാര്യയെ സരിതയെ, വിവാഹത്തിന്റെ 3-ാം നാൾ ഏട്ടത്തി ഭർത്താവിന്റെ ബീജത്തെ ഉദരത്തിൽ വഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞവളെ ഉപേക്ഷിച്ചതിൽ ഒരു വിഷമവുമില്ല എനിക്ക്. ഞാൻ സന്തോഷവാനാണ്. ഞാൻ അവളുടെ കൈകളാൽ കൊല്ലപ്പെടാത്തതിന്. എങ്ങനെ ഇരിക്കണം? സ്വന്തം ഭാര്യയെ അപമാനിച്ച ജോസഫ് പന്നി ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇത്തരത്തിൽ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. 2 വർഷം UK ജയിലിൽ കിടന്ന കഥ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ഒരുപാട് നാറിയ കഥകളുള്ള ഒരു ചെറ്റയാണ് ഇതെന്ന് ആ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വാക്കുകൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്. ഇവന്റെ കാര്യം കട്ടപ്പുകയാണ്. നിരന്തരം മുസ്ലിമിനെയും ഇസ്ലാം മതത്തെയും അവഹേളിച്ചതിന്റെ പ്രതിഫലം തന്നെ ഇത് നിനക്ക് ഏറ്റവും അർഹതപ്പെട്ടത് തന്നെ. ഓക്കെ, ഈ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇതൊക്കെ സത്യമാണ് എങ്കിൽ ഇവന് ചില്ലറക്കാരനല്ല കേട്ടോ. ചില്ലറ കഴപ്പല്ല ഇവനുള്ളത്. ഈ ചില സമയത്ത് മനുഷ്യന്മാർ മൃഗത്തെക്കാളും മതപ്പതിക്കുമെന്ന് കേട്ടില്ല. അങ്ങനത്തെ ഒരുത്തനാണ് ഇവൻ. എനിവേ, പക്ഷെ ഇത്തരം ന്യൂസുകളൊക്കെ ഒരു സൈഡിലൂടെ പ്രചരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിനിടയിൽ ഈ പറഞ്ഞ ജോസഫ് ബെന്നിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചുതരാം. എന്നെ പിടിച്ച് കൂട്ടിലിട്ടു, നാട് കടത്തി, ജോലിക്ക് പോയി എന്നൊക്കെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാജമാണ് ഗൈസ്. ഞാൻ റിയാദൊക്കെ വിട്ടിട്ട് വർഷങ്ങളോളമായി. ഞാൻ ഇപ്പോൾ ഉള്ളത് യൂറോപ്യൻ രാജ്യത്താണ്. ഇത് നിങ്ങളുടെ അറബ് രാജ്യമില്ല. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് ആ പോസ്റ്റ്. എന്തായാലും ഇപ്പൊ നിലവിൽ ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയ സമയത്ത് ഈ പോസ്റ്റ് കാണാനില്ല, ജോസഫ് ബെന്നിയുടെ അക്കൗണ്ടും കാണാനില്ല. ഇനി പുള്ളിക്കാരനായിട്ട് അക്കൗണ്ട് ഡിസേബിൾ ചെയ്തതാണോ അതോ മാസീവ് റിപ്പോർട്ട് വന്നത് കാരണം ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പൊ നിലവിൽ ജോസഫ് ബെന്നിയുടെ അക്കൗണ്ട് ഫേസ്ബുക്കിലില്ല. എന്ത് തന്നെയാണെങ്കിലും ഇവൻ എവിടെ വെച്ച് കണ്ടാലും വെറുതെ വിടരുത് എന്നുള്ളതാണ് എന്റെ വീഡിയോ കാണുന്ന മലയാളികളോട് എനിക്ക് പറയാനുള്ളത്. ഇവന്റെ മുഖം എല്ലാവരും ഓർത്ത് വെച്ചോളി. ഇവൻ എവിടെയെങ്കിലും വെച്ച് കണ്ടാണെങ്കിൽ 4 ഇട്ടടി അടിച്ചോളി. 4 പിഞ്ചു മക്കളെ കുറിച്ച് തോന്നിവാസം പറഞ്ഞ ഇവന് അതിനും ചെറിയൊരു ശിക്ഷ കിട്ടാനില്ല. നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യുന്ന പക്ഷം നിങ്ങൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും അത്. എല്ലാവരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പല ടൈപ്പ് വർഗീയവാദികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്കെതിരെയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇജാതി ഒരു വർഗീയവാദിയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പിഞ്ചു മക്കളെ വെച്ച് വർഗീയവാദം പറയുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിവേ, ഇങ്ങനെയൊക്കെ വർഗീയത പറയുന്നവന് തക്ക ശിക്ഷ കിട്ടിയേ മതിയാവൂ. കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.